ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സെക്കൻഡ് ഇയറിലെ ലാബാണ്. സോ ലാബിന്റെ പേര് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്നാണ്. 2023 മെയിൻ പ്രാക്ടിക്കൽ എക്സാമിന് ചോദിച്ച ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ മക്കളെ. ഈ ലാബ് 32 എന്നായിരുന്നു അന്ന് ഉണ്ടായിരുന്ന നമ്പർ, പക്ഷേ ഇപ്പോൾ ലാബ് 34 ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ അതൊന്ന് തിരുത്തിയേക്കുക കേട്ടോ. ഇത് എഴുതുമ്പോഴത്തേക്ക് ലാബ് 34 ആണ്. നമ്പർ മാത്രം നോക്കി നിങ്ങൾ പഠിക്കരുത്, ലാബിന്റെ പേരും കൂടെ പഠിക്കുക. ലാബിന്റെ പേര് ചിലപ്പോൾ ചേഞ്ച് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് ലാബ് 34 എന്ന് പറയുന്നതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. ഓക്കെ, സോ നമുക്ക് ഈ ലാബ് പഠിക്കാം. വളരെ എളുപ്പമുള്ളൊരു ലാബാണ് കേട്ടോ. കാരണം ഫസ്റ്റ് ഇയേഴ്സിലും സെക്കൻഡ് ഇയേഴ്സിലൂടെ കമ്പയർ ചെയ്ത് നിങ്ങൾ 4 എണ്ണം മാത്രം 2025 പ്രാക്ടിക്കൽ എക്സാമിന് ചെയ്താൽ മതി. 6 എണ്ണത്തിൽ 4 എണ്ണം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എനിക്ക് തോന്നുന്നു ചൂസ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ലാബ് 1 ലാബ് 2 ആയിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്നത്. പിന്നെ ചിലവർ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ എഴുതും, അല്ലാത്തവർ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രലും. പിന്നെ സെക്കൻഡ് ഇയറിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പം 4 എണ്ണം നിങ്ങൾക്ക് എഴുതാൻ പറ്റും മക്കളെ. നമുക്കൊന്ന് നോക്കാം എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് പാടാണെങ്കിലും ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ പൊതുവെ അത്രയ്ക്ക് ചിലവർക്ക് ദഹിക്കാത്തൊരു പോർഷൻ ആണെങ്കിലും ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റിയ ലാബാണ്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ ലാബാണ് കേട്ടോ മക്കളെ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. അതോടൊപ്പം കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക, ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. മക്കളെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് ഇൻപുട്ട് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പുതിയ ആൾക്കാരാണെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ വഴിയാണ് എക്സാം എങ്കിൽ നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാം. എങ്ങനെയാണ് കോപ്പി പേസ്റ്റ്? ഇത് നേരെ Ctrl+C ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ ജിയോജിബ്ര ഓപ്പൺ ചെയ്തിട്ട് ഇൻപുട്ട് ബോക്സിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം Ctrl+V. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 വരും. പക്ഷേ ഇവിടുത്തെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എക്സ് സ്ക്വയർ എന്ന് അവിടെ വരത്തില്ല. കാരണം എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വന്നെങ്കിൽ നമ്മളവിടെ എക്സ് സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്യുക. എക്സ് സ്ക്വയർ കണ്ടല്ലോ മക്കളെ, എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. കാരണം ഇവിടെ വന്നിരിക്കുന്നത് കറക്റ്റ് ആണോ നമ്മൾ നോക്കണം. നമ്മളിവിടെ നേരെ കോപ്പി ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? ഇതേപോലെ തന്നെ കോപ്പി ചെയ്യുമ്പോൾ വരുന്നത് x2 + 1 എന്നാണ് വരുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ തിരുത്തി കൊടുക്കണം. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? നമ്മളൊരു കാര്യം ചെയ്താൽ മതി. സാധാരണ രീതി എക്സ് സ്ക്വയർ അടിക്കണം എങ്ങനെയാണ്? എക്സ് പിന്നെ ഷിഫ്റ്റ് ചെയ്തിട്ട് 6 ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു റേസ്റ്റ് വരും, x⁻². കണ്ടല്ലോ, എക്സ് സ്ക്വയർ പിന്നെ ഷിഫ്റ്റ് പിന്നെ പ്ലസ് ചേക്കാം, എക്സ് സ്ക്വയർ പ്ലസ് 1. ഇങ്ങനെ സാധാരണ രീതി ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവിടെ എഡിറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞ ഗ്രാഫ് ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് a ഈക്വൽ ടു ഇന്റഗ്രൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ കോപ്പി ചെയ്താൽ മതി. പക്ഷേ നമുക്ക് ഇതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഏതാണ് സെലക്ട് ചെയ്ത് നോക്കാം കേട്ടോ. a ഈക്വൽ ടു ഇന്റഗ്രൽ, അവിടെ കുറച്ച് ടേംസ് കൂടുതൽ വരും. സ്മോൾ ലെറ്റർ a ഈക്വൽ ടു ഇന്റഗ്രൽ എന്ന് നമ്മൾ അടിക്കുമ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. ഇത് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവിടെ വന്നു. ഇതിൻ്റെ അകത്ത് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മക്കളെ? ഈ മൂന്നാമത്തത് കേട്ടോ. ഏതാണ്? ഇന്റഗ്രൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് വാല്യൂ എൻഡ് വാല്യൂ. കാരണം ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് പോയിന്റ്സ് ഉള്ളതും കൂടെ വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ ഏതാണ്? ഇന്റഗ്രൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് വാല്യൂ എൻഡ് വാല്യൂ ചൂസ് ചെയ്യാം. ഇനി ഇവർ പറഞ്ഞിരിക്കുന്ന പോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇന്റഗ്രൽ f -1 2. എന്താണ്? എഫ് എന്ന് ടൈപ്പ് ചെയ്യുക. കണ്ടല്ലോ. പിന്നെ ടാബ് ബട്ടൺ, കീബോർഡിലെ ടാബ് എന്ന് പറയുന്ന ബട്ടൺ, ആ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് സെലക്ട് ആവും. -1 പിന്നെ വീണ്ടും ടാബ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അടുത്ത സെലക്ട് ആവും 3. എഫ് -1 3 അല്ല -1 2 അല്ലേ, -1 2 -1 2 ആയിരുന്നേ. ഓക്കെ, -1 2 ആയിരുന്നു. അപ്പം മക്കളെ നിങ്ങളുടെ ആൻസർ, ഏരിയയുടെ ആൻസർ വന്നു കഴിഞ്ഞു. നമുക്ക് നോക്കാം എന്താ ചോദിച്ചിരിക്കണേന്ന്. ഫൈൻഡ് ദ ഏരിയ. കണ്ടല്ലോ, ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y = fx എന്ന് പറയണ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് മക്കളെ. സോ ഏരിയ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞ് എത്രയാണത്? ഇവിടെ നോക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവിടെ നോക്കാം. ഏരിയ = 6 ആണ്. മനസ്സിലായല്ലോ? വളരെ എളുപ്പം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനേ ഉള്ളൂ. വളരെ എളുപ്പമാണ് മക്കളെ. അടുത്ത പറഞ്ഞത് എന്താ? ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദി ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഈ ഇന്റഗ്രൽ, ഈ ഫംഗ്ഷന്റെ ഏരിയ ഇന്റഗ്രൽ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഏരിയ അണ്ടർ ദി കർവ് ആണ്. നമ്മൾ അതിനു വേണ്ടിയാണ് ഇന്റഗ്രൽ യൂസ് ചെയ്യണം. സോ ഏരിയ അണ്ടർ ദി കർവ്, ഈ കർവിന്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ, -1 തൊട്ട് 2 വരെയുള്ള ഇതിന്റെ ഏരിയ ആണ് കണ്ടുപിടിച്ചത്. -1 തൊട്ട് 2 വരെ. ഓക്കെ, കണ്ടല്ലോ, കൺസെപ്റ്റ് മനസ്സിലായല്ലോ മക്കളെ. സോ നിങ്ങൾക്ക് എടുത്ത് എഴുതാം ഏരിയ = 6. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? ഇതിന്റെ ആൻസർ എന്ത് എഴുതും?
ഫസ്റ്റത്തെ ആൻസർ ഞാൻ പറയാം, ലാസ്റ്റ് ഇതും ഫുള്ള് കഴിഞ്ഞിട്ട് ഈ എ പാർട്ട് മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ എന്താ എഴുതേണ്ടതെന്ന്. നെക്സ്റ്റ് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദി ഫംഗ്ഷൻ. സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ ഇൻപുട്ട് ബോക്സ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുക. ഇൻപുട്ട് ബോക്സ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്തു. ഫംഗ്ഷന് വേണ്ടിയാണ്, സോ എഫ് സെലക്ട് ചെയ്യാം. ലിങ്ക് ചെയ്യേണ്ടതാണ് മക്കളെ, എഫ് ഓഫ് എക്സ് ആണ് അല്ലേ, ഫംഗ്ഷൻ ആണ് ലിങ്ക് ചെയ്യേണ്ടത്, സോ എഫ് ഓഫ് എക്സ് ലിങ്ക് ചെയ്തു. നെക്സ്റ്റ് വി ക്യാൻ എഡിറ്റ് ദ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ബൈ ഡബിൾ ക്ലിക്ക് ഇൻ ദ റീജിയൻ. മക്കളെ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ശ്രദ്ധിച്ചോണേ. നമ്മൾ ഈ ആപ്ലെറ്റ് മാറ്റുന്നില്ല, ഈ ആപ്ലെറ്റ് തന്നെയാണ് മൊത്തം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പം നമുക്കിപ്പോൾ -1 തൊട്ട് 2 അല്ലേ പറഞ്ഞിരിക്കുന്നത്, അല്ലേടാ? ഇനി ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ ഇവിടെ കണ്ടോ, ഈ ഏരിയയുടെ ഭാഗം കണ്ടോ, ഏരിയ കിട്ടിയിരിക്കുന്ന ഈ ഭാഗത്ത് ഈ ഷെയ്ഡ് പോർഷൻ്റെ അവിടെ കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും കണ്ടോ, -1 2. ഞാൻ കുറച്ച് മുമ്പ് ഒരു മിസ്റ്റേക്ക് വരുത്തിയില്ലേ, ഞാൻ 3 ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്, അത് ഞാൻ 2 ആക്കിയത് എങ്ങനെയാണ്, അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് മാറ്റിട്ട് ഓക്കെ, അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും കണ്ടല്ലോ, അവിടെ -1 തൊട്ട് 2 വരെയാണ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് -1 തൊട്ട് 3 വരെ ആക്കാം, നിങ്ങളുടെ ഇഷ്ടം. ക്വസ്റ്റ്യൻ മാറുന്നതനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ -1 തൊട്ട് 2 വരെയാണ്ട് അത് തന്നെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു മക്കളെ, 2 മാർക്ക് കഴിഞ്ഞു, 2 മാർക്ക് കിട്ടാനുള്ളതായി. അപ്പോൾ എന്താ നമ്മളിവിടെ എഴുതേണ്ടത്, ഇവിടെ എഴുതേണ്ടത് മക്കളെ ഇത്രയേ ഉള്ളൂ, ആപ്ലെറ്റ് ക്രിയേറ്റഡ്. നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്നിട്ടിട്ട് അതിൻ്റെ എ പാർട്ട് ആപ്ലെറ്റ് ക്രിയേറ്റഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആൻസർ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഏരിയ സിക്കൽ എത്രയാണ്, 6 എന്ന് എഴുതിയാൽ മതി. 6 സ്ക്വയർ സെൻറ്റിമീറ്റർ, 6 സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതാം, 6 എന്ന് എഴുതിയാൽ മതി. ഏരിയ 6 ആണ്, കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? എ പാർട്ട് കഴിഞ്ഞ മനസ്സിലായല്ലോ മക്കളെ? യെസ്, അത് കഴിഞ്ഞിരിക്കുവാണ്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതിൻ്റെ ബി പാർട്ട്, കൺസിഡർ ദി അബോ ആപ്ലെറ്റ്. തൊട്ട് മുന്നിലെ ആപ്ലെറ്റ് തന്നെ ഉപയോഗിച്ച് വേണം ചെയ്യാൻ, പുതിയ വിൻഡോ എടുക്കരുത്. അതാണ് ഒരു പ്രത്യേകം അങ്ങനെ പറയുന്നത് കേട്ടോ. യൂസിങ് ദി എബോ ആപ്ലെറ്റ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്. മക്കൾ ഇങ്ങനെ യൂസിങ് എബോ ആപ്ലെറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പുതിയ ആപ്ലെറ്റ് എടുത്തു കഴിഞ്ഞാൽ സാറ് വന്ന് ചോദിക്കും നേരത്തെ ആപ്ലെറ്റ് ഇവിടെ പോയി, അപ്പോൾ അത് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി. മാർക്ക് പോയെന്നല്ല, നിങ്ങളോടുള്ള ആ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാൻ മേലെന്നുള്ള രീതിയിലായിരിക്കും ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എബോ ആപ്ലെറ്റിൽ തന്നെ ഇതിൽ തന്നെ വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ, ക്ലോസ് ചെയ്ത് കളയില്ല. അപ്പോൾ ഫൈൻഡ് ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്. അപ്പോൾ താഴത്തെ ഏതെങ്കിലും ഒന്ന് ടിക്കറ്റ് വരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. മക്കളെ y² = 2x എന്നാണ് തന്നിരിക്കുന്നത്. സോ x = 3, x = 6. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എബോ എക്സ് ആക്സിസ് ഇതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നത് കേൾക്കുക മക്കളെ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെ വരത്തുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ x = 3, x = 6 അല്ലേ, നിങ്ങൾ ആദ്യം ചുമ്മാ ഇങ്ങനെ y² = 2x എന്ന് അടിച്ചു കൊടുത്താൽ ഇവിടെ ചുമ്മാ y² = 2x. പക്ഷെ ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് y² = 2x എന്നല്ല, നമ്മുടെ ഫംഗ്ഷൻ എന്താണ് എപ്പോഴും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ മക്കളെ. ഞാനിവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. y² = 2x എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, y² = 2x എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ y എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് അല്ലേ, y മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ എഫ് ഓഫ് എക്സിലേക്ക് മാറ്റണമെങ്കിൽ y² = എന്ന് അവർ തരുവാണെങ്കിൽ നമ്മൾ y = നമ്മുടെ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യണം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ y² = 2x എന്നാൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം, y = എന്ന് മാറ്റി എഴുതണം. സ്ക്വയർ മാറ്റുമ്പോൾ എന്താവും മക്കളെ, y = √x. കണ്ടല്ലോടാ, ഇതാണ് നമ്മൾ ഇൻപുട്ട് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ചിലവർ 2x ടൈപ്പ് ചെയ്ത് കൊടുക്കും, തെറ്റിപ്പോകും. അപ്പോൾ എന്താണ്, √x എന്ന് വേണം നമ്മുടെ ഫംഗ്ഷൻ, അതാണ് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അത് ടൈപ്പ് ചെയ്യണമെങ്കിൽ എങ്ങനെ ടൈപ്പ് ചെയ്യണം, റൂട്ട് എന്ന് അടിക്കാൻ പറ്റുമോ, ഇല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത് SQRT ഓഫ് 2x എന്ന് അടിക്കണം അല്ലേ. SQRT റൂട്ടിനെ നമ്മൾ ജിയോജീബ്രയിൽ അടിച്ചു കൊടുക്കണം. എങ്ങനെയാണ് റൂട്ടിനെ അടിച്ചു കൊടുക്കുന്നത്, SQRT എന്നാണ് കേട്ടോ. SQRT ഓഫ് 2x എന്ന് അടിച്ചാൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അടുത്ത y² = 3x ആണെങ്കിലോ, ഇതും SQRT ഓഫ് 3x. കണ്ടല്ലോ, y² = 3x ആണെങ്കിൽ y എന്ന് പറയുമ്പോൾ √3x, y² = 5x ആണെങ്കിൽ y = √5x. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചുകൾ മനസ്സിലാക്കി വെക്കുക. ഇതൊന്നും ഇവിടെ എവിടെയും പറയത്തില്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ y² എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരുവാണ് നമ്മൾ അതിനെ y = എന്ന് മാറ്റി എഴുതുമ്പോഴേ നമ്മുടെ ഫംഗ്ഷൻ ആകത്തുള്ളൂ. മനസ്സിലായല്ലോ? യെസ്, ഇത് എഴുതിയെടുത്തോണം, നിങ്ങൾ കാര്യം മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഫംഗ്ഷൻ ആക്കണമെങ്കിൽ നമ്മൾ y = എന്ന് മാറ്റണം. സോ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് മക്കളെ y = 2x. അപ്പോൾ അതിനെ നമ്മൾ മാറ്റി y² = 2x നമ്മൾ y = √x എന്നാക്കി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നേരെ ഇവിടെ കൊണ്ടുവന്ന് √of SQRT ഓഫ് x എന്ന് അടിക്കും. SQRT ഓഫ് 2x അല്ലേ, √of 2x അല്ലേടാ. യെസ്, എൻ്റർ അടിക്കും.
അപ്പൊ ഇങ്ങനെ വരും. ദേ ഇവിടെ കണ്ട അൺഡിഫൈൻ എന്ന് പറഞ്ഞു വന്നു, കാരണം നമ്മുടെ ലിമിറ്റ് പോയിന്റ് മൊത്തം പോയി. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കൺഫ്യൂഷനായി. തെറ്റി എന്ത് ചെയ്യും? ശ്രദ്ധിച്ചോണം, എക്സാമിന് ഇങ്ങനെ ആവർത്തിക്കരുത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം മക്കളെ, എക്സാമിന് ഇങ്ങനെ ആവർത്തിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ വീണ്ടും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അണ്ടുപിടിക്കുക, ഒന്നുകൂടെ അണ്ടുപിടിക്കുക. അപ്പൊ പഴയ പോലെ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന തെറ്റുകൾ ആവർത്തിക്കുന്ന ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ് പറയുന്ന മക്കളെ, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ലിമിറ്റ് പോയിന്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. എന്താടാ? എക്സ് ഈക്വൽ ടു 3ഉം എക്സ് ഈക്വൽ ടു 6ഉം അതാദ്യം എൻ്റർ ചെയ്ത് കൊടുത്തേ. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ വന്നു, ഫംഗ്ഷൻ വന്നു. എക്സ് ഈക്വൽ ടു 3ഉം ഇവിടെ മൈനസ് മാറ്റി 3 ആക്കി. എക്സ് ഈക്വൽ ടു 3ഉം 6ഉം അല്ലേ? 3 to 6 അല്ലേ? എൻ്റർ. 3 to 6 അല്ലേടാ? യെസ്, 3 to 6 എൻ്റർ എടുത്തപ്പോൾ ഇങ്ങനെ ഒരു സാധനം വന്നു. നോ പ്രോബ്ലം, കാരണം ഇതിന്റെ എല്ലാം കണ്ടുപിടിക്കണം നമുക്ക്. ഫംഗ്ഷൻ ഇനിയാണ് മാറ്റേണ്ടത്. ഇനി നമ്മൾ ഫംഗ്ഷൻ മാറ്റി കൊടുത്താൽ പക്കയായിട്ട് കിട്ടും. ഇവിടെ എന്താടാ? y സ്ക്വയർ ഇക്വൽ 2x നമ്മൾ മാറ്റിയായിരുന്നു. y is equal to root 2x. അപ്പൊ ഇവിടെ എന്താ അടിച്ചു കൊടുക്കേണ്ടത്? SQRT of 2x എന്ന് ഇനി അടിച്ചു കൊടുത്തേ. SQRT ഓഫ് ബ്രാക്കറ്റ് ഇടണം 2x. എൻ്റർ അടിക്കുക. നല്ല കിഡിലിനായിട്ട് ഗ്രാഫ് വന്നു കണ്ടല്ലോ മക്കളെ, കിഡിലിനായിട്ട് വന്നു കണ്ടല്ലോ. 8.96. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താടാ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദേ 3നും 6നും പിന്നെ എക്സ് ആക്സിനും ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കാനാണ്. നോക്കിക്കേ, 3നും 6നും പിന്നെ ദേ നമ്മുടെ എക്സ് ആക്സിനും ഇടയ്ക്കുള്ള നമ്മുടെ റീജിയൻ, അതിൻ്റെ ഏരിയ ആണ്. പക്കയായിട്ട് കിട്ടിക്കഴിഞ്ഞു 8.96. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഏരിയ ഇസ് ഇക്വൽ ടു, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എഴുതേണ്ട എന്താണ്? ഇതിന്റെ ബി ഇസ് ഇക്വൽ ടു എന്ന് എഴുതിയിട്ട് ഒന്നും ചെയ്യാനില്ല, ഏരിയ ഇസ് ഇക്വൽ ടു 8.96 എന്ന് എഴുതിയാൽ കഴിഞ്ഞു. മാർക്ക് കഴിഞ്ഞു മക്കളെ, ആ മാർക്ക് അങ്ങ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ മക്കളെ? മനസ്സിലായല്ലോ? സിമ്പിൾ പരിപാടിയാണ്. വേണേ അടുത്തും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അടുത്ത എന്താടാ? 2 to 5 ആണ് അല്ലേ? 2 to 5 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ ലിമിറ്റ് പോയിന്റ് മാറ്റണം. ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആരോ കീ കൊണ്ട് നമുക്ക് മാറ്റി ഇവിടെ മാറ്റിയിട്ട് 2 to 6 അല്ലേ? 2 to 6 ആണോടാ? 2 to 5. ഓക്കെ, 2 to 5 ആണ്. 2 to 5 ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റിയാൽ മതി കേട്ടോ. 2 to 5 എൻ്റർ അടിച്ചു. സോ നോക്കട്ടെ, 2 to 5. ഓക്കെ, കഴിഞ്ഞു. പക്ഷെ മക്കളെ ധൃതി പിടിച്ച് എഴുതല്ലേ, ഇത് എഴുതി വെക്കല്ലേ. കാരണം എന്താ? നമ്മൾ മാറ്റിയിട്ടില്ല, ഫംഗ്ഷൻ മാറ്റിയിട്ടില്ല. ഇത് നേരത്തെ കിടക്കുന്നത് കേട്ടോ. 2 to 5 എഴുതി. എന്താണ് നമ്മൾ മാറ്റേണ്ടത്? ഇനിയാണ് ഫംഗ്ഷൻ മാറ്റേണ്ടത്. എന്താണ്? റൂട്ട് 3x അല്ലേ? റൂട്ട് 3x എന്ത് ചെയ്യണം? നമ്മൾ SQRT ഓഫ് 3x എന്ന് അടിക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. 2ന് പകരം 3x അല്ലേ? ഏതെങ്കിലും ഒരെണ്ണേ ചോദിക്കത്തുള്ളൂ. സോ നിങ്ങൾ മൊത്തമായിട്ട് അടിച്ചു കൊടുക്കുക, എൻ്റർ അടിക്കുക. കണ്ടല്ലോ മക്കളെ, ആൻസർ കിട്ടി. 9.64 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. 9.64 ആയിരിക്കും ഏരിയ. അപ്പൊ ഏരിയ ഈക്വൽ ടു 9.64. ഇനി അടുത്തതാണ് ചോദിക്കണമെങ്കിൽ 1 to 4. 1 to 4 ആണ്. സോ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇത് മാറ്റി 1 ആക്കുക. 1 to 4 അടിക്കുക, എൻ്റർ അടിക്കുക. സോ വന്നു. ഇത് എഴുതി വെക്കരുത്. എന്ത് ചെയ്യണം? ഫംഗ്ഷൻ മാറ്റിയിട്ടില്ല, ഫംഗ്ഷൻ 5x ആണ്. സോ റൂട്ട് 5x എന്ന് എഴുതണം. റൂട്ട് 5x. സോ ഇത് നിങ്ങൾ SQRT ഓഫ് 5x എന്ന് എഴുതുക, എൻ്റർ അടിക്കുക. സോ ആൻസർ വന്നു കഴിഞ്ഞു. 10.43 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. മക്കൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ഇന്റഗ്രൽസിലെ 2 ക്വസ്റ്റ്യൻ എയും ബിയും ചെയ്ത് കഴിഞ്ഞു. 4 മാർക്ക് കിട്ടി കഴിഞ്ഞു മക്കളെ. സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ അടുത്തത് സി പാർട്ടാണ്. യൂസിങ് ദിസ് ആപ്ലിക്കേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ. ഏതെങ്കിലും ഒരെണ്ണം ടിക്കറ്റ് തരും. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ഏരിയ. റൈറ്റ് ദ മെത്തേഡ്. ആ മെത്തേഡ് എഴുതണം. നിങ്ങൾ ഏരിയ കണ്ടുപിടിച്ചതിന്റെ മെത്തേഡ് എഴുതണം. നേരത്തെ മെത്തേഡ് ചോദിച്ചിട്ടില്ലായിരുന്നു, ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. സോ സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതി. അല്ല, ഇനി മെത്തേഡ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. എന്ത് എഴുതി വെക്കാം? y is equal to, നിങ്ങൾ മെത്തേഡാണ് ചോദിക്കണമെങ്കിൽ ഇടാം മക്കളെ, ഒന്നുമില്ല. ഇതിന്റെ മെത്തേഡ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എഴുതണം f of x എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ f of x അടിച്ചു കൊടുത്തത് എന്താണ്? SQRT ഓഫ് 2x ആണ് അടിച്ചു കൊടുത്തത്. therefore ഏരിയ. മനസ്സിലായി? ഇതാണ് മെത്തേഡ്. അടിച്ചു കൊടുത്ത മെത്തേഡാണ് f of x equal to SQRT ഓഫ് എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അതാണ് മെത്തേഡ് കേട്ടാ. മെത്തേഡ് ചോദിക്കുവാണെങ്കിൽ എത്ര ഉള്ള കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. സി പാർട്ട് എന്താണ്? x സ്ക്വയർ മൈനസ് 3 ആണ്. x ആക്സ് ആണ്. x equal to -3 to 3. അപ്പൊ എന്ത് ചെയ്യണോടാ? ആദ്യം ലിമിറ്റ് പോയിന്റ് ചേഞ്ച് ചെയ്യണം അല്ലെ? -3 തൊട്ട് 3 വരെ. സോ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു. -3 മുതൽ 3 വരെ എൻ്റർ ചെയ്തു. ഓക്കെ, ഇവിടുത്തെ ഫംഗ്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. x സ്ക്വയർ മൈനസ് 3 ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല. x സ്ക്വയർ -3 x സ്ക്വയർ -3
ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ചേഞ്ച് ചെയ്തിട്ടില്ല, വന്ന് കഴിഞ്ഞു മക്കളെ, നോ പ്രോബ്ലം. ഓക്കെ, x²-3 മക്കളെ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ലിമിറ്റ് പോയിന്റ് മാറ്റി കൊടുത്തു, എന്നിട്ട് ഞാൻ ഫംഗ്ഷൻ അവിടെ ചേഞ്ച് ചെയ്തു. സോ നോ പ്രോബ്ലം. ഓക്കെ ആണല്ലോ, വന്നു കഴിഞ്ഞു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ മക്കളെ? ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം, ചിലർക്ക് മനസ്സിലായി കാണത്തില്ലായിരിക്കും. ഓക്കെ, ഇങ്ങനെ കിടക്കുമായിരുന്നു നേരത്തെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ലിമിറ്റ് പോയിന്റ് അടിച്ചു കൊടുക്കണം, -3 തൊട്ട് 3 വരെ, -3 തൊട്ട് 3 വരെ. എൻ്റർ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു, -3 തൊട്ട് 3 വരെ എൻ്റർ അടിച്ചു. സോ ഇവിടെ അൺഡിഫൈൻഡ് എന്ന് തോന്നുന്ന പേടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ √5x ആണ് കിടക്കുന്നത്. അത് മാറ്റണമെങ്കിൽ x²-3 അടിക്കുക, x²-3. നേരത്തെ ചെയ്തപ്പോൾ അൺഡിഫൈൻഡ് വന്നായിരുന്നു. സോ നോ പ്രോബ്ലം, പേടിക്കേണ്ട കാര്യമില്ല. x²-3 എൻ്റർ അടിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കിട്ടിക്കഴിഞ്ഞു. കണ്ടല്ലോ മക്കളെ, കറക്റ്റ് ആയിട്ടുള്ള കിട്ടിക്കഴിഞ്ഞു. ഇനി അവരെന്താ ചോദിച്ചത്, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് മക്കളെ. ഏരിയ = 0 എന്ന് എഴുതി വെച്ചാൽ പൊട്ടത്തെറ്റാണ്. ഏരിയ 0 ആകുമെന്ന് പറഞ്ഞ മക്കളെ അവിടെ ഒന്നും ഇല്ലെന്നാ. നമുക്ക് ഇത്രയും ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. നോക്കിയേ, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ ഇതെന്താ നിങ്ങളുടെ മിസ്റ്റേക്ക്? നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, പക്ഷേ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ് എന്ന് വേണേൽ പറയാം. കാരണം ഇത് തന്നിരിക്കുന്നത് പോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത്, പക്ഷേ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് കൂടെ ചെയ്യണം മക്കളെ. കാരണം കുറച്ച് സംഭവങ്ങൾ മുകളിലും കുറച്ച് സംഭവങ്ങൾ താഴത്തും വന്നു. സോ നെഗറ്റീവ് പോസിറ്റീവും കൂടെ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ കട്ടായി 0 ആകത്തില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള ഏരിയ ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല, 0 ആകത്തില്ല, നമുക്കറിയാം ഒരു വാല്യൂ കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇതിനെ ഒന്ന് എഡിറ്റ് ചെയ്യാം. ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ചെയ്യേണ്ട എന്താണ്, ഇതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ആരോ കീ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിനെ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ മോഡുലസിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ മക്കളെ ആൻസർ ആയി. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏരിയ 0 ആയി കഴിഞ്ഞാൽ എന്നെ ഓർത്തോണം, ഞാൻ പറയുന്ന കാര്യം ഓർത്തോണം മക്കളെ. ഇതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് ABS എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് ഈ അറ്റത്ത് കൊണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് പക്ക ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ഏരിയ 0 ആയി കഴിയുമ്പോൾ ഓർത്തോണം നിങ്ങൾ ഇതിനെ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ മോഡുലസിൽ ഇടണം. എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പക്കയായിട്ട് ആൻസർ കിട്ടിക്കഴിയും. കാരണം താഴത്തെ സാധനം കൂടി ഇല്ലേ, അത് താഴത്തിരുന്ന ആ ഏരിയയും കൂടെ മടക്കി മുകളിലേക്ക് കയറ്റി. കണ്ടല്ലോ, അതാണ് ഇപ്പൊ സംഭവിച്ചത്. കണ്ടല്ലോ മക്കളെ, താഴത്തിരുന്ന ഏരിയയും കൂടെ മടക്കി മുകളിലേക്ക് കയറ്റിയപ്പോൾ 13.86 കിട്ടി. അതാണ് നിങ്ങളുടെ ഏരിയ. സോ ഇതിന്റെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതും, f(x) = നമ്മൾ എന്താ ചെയ്തത്, അതാണ് ഇവിടെ സ്റ്റെപ്പ് എഴുതാൻ പറഞ്ഞത്. ABS of x²-3 ഇത് ഇവിടെ കിടപ്പുണ്ട്. ABS of x²-3 എന്ന് അടിച്ചു കൊടുത്തു. therefore ഏരിയ എന്ന് പറയുന്നത് എന്താണ്, therefore ഏരിയ = 13.86. കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റും കൂടെ നോക്കാം മക്കളെ. -2 തൊട്ട് 2 വരെ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. -2 തൊട്ട് 2 വരെ. സോ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, -2 തൊട്ട് 2 വരെ. വളരെ എളുപ്പമുള്ള ലാഭമാണ് കേട്ടോ. -2 തൊട്ട് 2 വരെ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യാം. ഫംഗ്ഷൻ എന്താടാം, 2x²-2 അല്ലേ? അബ്സല്യൂട്ട് തന്നെയാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. 2x²-2 2x²-2. സോ വന്നല്ലോ, കണ്ടല്ലോടാ, 8 എന്ന് കിട്ടും ഏരിയ. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ABS ഓഫ് എന്ന് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ താഴത്ത് കിടക്കും. കണ്ടല്ലോ, താഴത്ത് ഇതിങ്ങനെ വരും. ABS അടിച്ചില്ലെങ്കിൽ ഇങ്ങനെ കിട്ടും നിങ്ങളുടെ ആൻസർ. അപ്പൊ ഈ സാധനം കൂടെ മുകളിലേക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ABS ഫ്രണ്ടിൽ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് കിട്ടും. കണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കിടക്കും. ഈ താഴത്തെ സംഭവം മടക്കി മുകളിലേക്ക് കയറ്റി. കണ്ടല്ലോടാ, ഈ താഴത്തെ സംഭവം നേരെ ഇങ്ങനെ കിടക്കുന്ന സംഭവം നേരെ മടക്കി മുകളിലേക്ക് കയറ്റിയപ്പോൾ നമ്മുടെ ഏരിയ കിട്ടി. ഏരിയ = 8. നെക്സ്റ്റും കൂടെ ചെയ്യാം. മൂന്നാമത്തത് 3x²-2 -3 തൊട്ട് 3 വരെ അല്ലേ? -3 തൊട്ട് 3 വരെ. അപ്പൊ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്തു. മക്കളെ തന്നെ വീഡിയോ ഒന്ന് പോസ് ആക്കിയിട്ട് തന്നെ ചെയ്തേടാ, തന്നെ ചെയ്ത് നോക്കിയേ, കറക്റ്റ് ആയിട്ട് കിട്ടണോ നോക്കിയടാ. -3 തൊട്ട് 3 വരെ എൻ്റർ അടിച്ചു. സോ അബ്സല്യൂട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്, 3x²-2 ആണ്. ഇവിടെ 3x² എന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 3x²-2. സോ ഏരിയ എന്ന് പറയുമ്പോൾ 46. ഇവിടെ നോക്കിയാലും മതി കേട്ടോ. 46.35 46.35 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേടാ മക്കളെ? മനസ്സിലായെങ്കിൽ മക്കളെ നല്ലൊരു ലൈക്ക് തന്നേക്ക് കേട്ടോ മക്കളെ. കാരണം ഇത് മനസ്സിലാക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മക്കളെ ഒരു ലൈക്കും ഒരു നല്ലൊരു കമന്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഓക്കെ, അടുത്തത്
യൂസിങ് ദി അബവ് ആപ്ലെറ്റ് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ ഗിവൺ ബിലോ. തന്നിരിക്കുന്ന സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് x² + y² = 9. കാണുമ്പോഴേ ചാടിക്കേറി ടൈപ്പ് ചെയ്ത് കൊടുക്കരുത് മക്കളെ, ഈ ആപ്ലെറ്റ് വെച്ച് തന്നെ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ y = മാറ്റി എഴുതണം. അപ്പൊ എന്ത് ചെയ്യണം? y = മാറ്റി എഴുതാൻ നമുക്ക് ഒരു പാടുമില്ല, കാരണം ഇത് x² + y² = 9 എന്നാണ്. സോ y² എന്ത് വരും? y² മക്കളെ എന്ത് വരും? y² ഈ x² നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോടാ. അപ്പൊ എന്ത് വരും? y² 9 - x². കണ്ടല്ലോ, y² ഈ x² നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് 9 - x². ഇനി y എന്ത് വരും? √9 - x². ഉണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. എങ്ങനെ ടൈപ്പ് ചെയ്യും നമ്മളിത്? SQRT of 9 - x² എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, ലിമിറ്റ് പോയിന്റ് കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറയാം എന്താന്നുള്ളത്. ഓക്കെ അല്ലേടാ മക്കളെ? ഇത് വേണേ എഴുതിയെടുത്തോ. അപ്പൊ അടുത്ത് എന്ത് ചെയ്യും? ഇതിനെ എന്ത് ചെയ്യും? ഇവിടെ x² നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്താവും? ഇതിന്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതുവാണേ. അപ്പൊ ഇവിടെ എന്ത് വരും? y² = 25 - x². സോ y √25 - x² എന്ന് നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടെ എന്ത് വരും? മൂന്നാമത്തത്, അതും y² = x. മൂന്നാമത്തെ ആൻസർ ഇവിടെ എഴുതുവാണേ. y² = x² നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി 4 - x². സോ y √4 - x². എല്ലാം ഒരേ മെത്തേഡ് തന്നെ അല്ലേടാ? എല്ലാം സെയിം തന്നെയാണ്. സോ ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്. ഏത് ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടിയാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേടാ? സിമ്പിൾ അല്ലേ? മനസ്സിലായല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മക്കളെ ഇവിടെ ലിമിറ്റ് പോയിന്റ് തന്നിട്ടില്ല, അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇതെന്താണ്? y = SQRT of 9 - x² എന്ന് അടിച്ചു കൊടുക്കണം. സോ ഇവിടെ എഡിറ്റ് ചെയ്യാം. SQRT of 9 - x². 9 - x². എൻ്റർ. വന്നു കഴിഞ്ഞു. ഓക്കെ, ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. മക്കളെ ഈ സർക്കിൾ, ഇത് സർക്കിൾ അല്ല, സെമി സർക്കിൾ ആണ്, പകുതി സർക്കിൾ ആണല്ലേ. ലിമിറ്റ് പോയിന്റ് എന്താണ് തരാത്തതെന്ന് ഞാൻ പറയട്ടെ മക്കളെ. ഇത് കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം. എടീ സർക്കിൾ എവിടം തൊട്ട് എവിടം വരെ കിടക്കുന്നത്? -3 തൊട്ട് 3 വരെയാണ് കിടക്കുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ -3 തൊട്ട് 3 വരെയാണെങ്കിൽ നമ്മുടെ ലിമിറ്റ് പോയിന്റ് എവിടം തൊട്ട് എവിടം വരെയാ? -3 എന്ന് വേണം അവിടെ എൻ്റർ ചെയ്യാൻ. അത് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവർ പറയാഞ്ഞത്. മനസ്സിലായല്ലോ? പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കണം എങ്ങനെയാണ്? ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. -3 തൊട്ട് 3 വരെയാണ്. നേരത്തെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന എന്താണ്? നേരത്തെ നമ്മൾ ചെയ്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ -3 തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പക്കയായിട്ട് ഇങ്ങനെ കിട്ടിയത്. കണ്ടാ, നിറഞ്ഞു നിൽക്കുന്ന ഷെയ്ഡ് പോർഷൻ കണ്ടോടാ മക്കളെ, നിറഞ്ഞു നിൽക്കുന്ന ഷെയ്ഡ് പോർഷൻ. യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നേരെ ഇതിന്റെ ആൻസർ എഴുതി വെക്കും. 14.14 എന്ന് എഴുതിയാൽ പൊട്ടത്തെറ്റാണ്. കാരണം എന്താണ്? ഇങ്ങനെയൊക്കെയാണ് തെറ്റ് പറ്റുന്നത്. എടാ ഇത് ഏരിയ ആണ്, പക്ഷെ എന്തിന്റെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ ആടാ. സർക്കിള് ഇത് സർക്കിൾ ആണോ? ഇത് പകുതി സർക്കിളാ, സെമി സർക്കിൾ ആണ്. അപ്പൊ സർക്കിൾ എന്ന് പറയുമ്പോൾ എന്ത് വരും? താഴത്തേക്കും കൂടെ വരത്തില്ലേടാ മക്കളെ. നമ്മൾ പകുതി സർക്കിൾ കണ്ടുപിടിച്ചുള്ളൂ, ഇത് ഇങ്ങനെയും കൂടെ വരും അല്ലേ? ഞാൻ വരച്ചത് വൃത്തികേടാണെങ്കിലും സംഭവം മനസ്സിലായല്ലോ. അതെ, ഇങ്ങനെയും കൂടെ ഒരു സർക്കിൾ വരും. ഓക്കെ, ഓക്കെ, വലിയ വൃത്തികേടില്ലാതെ എന്ന് പറഞ്ഞാൽ ഈ 14.14 തന്നെ താഴത്തും വരും. നമ്മൾ എബോ എക്സാക്സ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇവര്. നേരത്തെ എബോ എക്സാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് മൊത്തം സർക്കിൾ ആകുമ്പോഴത്തേക്കും മൊത്തം വരും. അപ്പൊ ഇവിടെ 14.14 ആണെങ്കിൽ ഇവിടെയും 14.14. വേണേ 14.14 എന്ന് കൂട്ടി നോക്കിയേ. 14.14 14.14 28.28 വരെ ആൻസർ. അതാണ് ഏരിയ. ഇനി അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണേ മക്കളെ. നിങ്ങൾ ഈ ഇൻപുട്ട്, താഴത്തെ ഇൻപുട്ട് ബോക്സ് കണ്ടോ? അവിടെ 2 ഇതിന്റെ ഇരട്ടി എടുത്താൽ പോരെ? 2 × 14.14 അടിച്ചു കൊടുത്താൽ മതി. 2 ഇൻറ്റു എന്താണ്? സ്റ്റാർ ആണ് കേട്ടോ. സ്റ്റാർ ബട്ടൺ നിങ്ങളുടെ കീബോർഡിലുണ്ട്, നോക്കിയെടുക്കുക. വേണമെങ്കിൽ റൈറ്റ് സൈഡിലെ നമ്പർ കീയിലെ 9ന്റെ മുകളിൽ കിടപ്പുണ്ടായിരിക്കും കേട്ടോ. 9ന്റെ മുകളിൽ സ്റ്റാർ ഉണ്ട്. സോ 2 സ്റ്റാർ 2 ഇൻറ്റു എന്നാണ് കേട്ടോ. 2 ഇൻറ്റു 14.14 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 14.14 എൻ്റർ. 28.28 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. സോ ഏരിയ = എന്ന് പറഞ്ഞ് എഴുതി വെക്കാം.
28.28 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ അല്ലേടാ മക്കളെ? മനസ്സിലായല്ലോടാ? സോ നെക്സ്റ്റ് എന്താണ്? y സ്ക്വയർ ഇസിക്കൽ ടു 25 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? y സ്ക്വയർ ഇസിക്കൽ ടു 25 മൈനസ് എക്സ് സ്ക്വയർ. അതെങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം? SQRT ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ. ഞാനൊന്ന് എഡിറ്റ് ചെയ്യുവാണേ. 25 മൈനസ് എക്സ് സ്ക്വയർ എൻ്റർ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ വന്നു. നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് പോയിന്റ് ചേഞ്ച് ചെയ്യണം. എവിടെ തൊട്ട് എവിടം വരെയാണ്? -5 തൊട്ട് 5 വരെ. എൻട്രി എഡിറ്റ് ചെയ്തു. ഇവിടെ -5, ഇവിടെ -5, ഇവിടെ 5. എൻ്റർ. സോ നല്ല കിഡിലിനായിട്ട് വന്നു കഴിഞ്ഞു മക്കളെ. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ഇരട്ടി എടുക്കണം അല്ലേ? 2 × 2 സ്റ്റാർ എത്രടാ? 39.27 അല്ലേ? 39.27 എൻ്റർ അടിക്കുമ്പോൾ കിട്ടും 78.54 എന്ന് കിട്ടും നിങ്ങളുടെ ആൻസർ. 78.54. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ y സ്ക്വയർ ഇസിക്കൽ, അപ്പോൾ y ഇസിക്കൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ അല്ലേടാ മക്കളെ? അപ്പോൾ ഇവിടെ y ഇസിക്കൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ. 4 മൈനസ് എക്സ് സ്ക്വയർ എൻ്റർ കൊടുത്തു. നമ്മുടെ ലിമിറ്റ് പോയിന്റ് പോയി. ഞാനിവിടെ 2 കൊടുത്തേ. ലിമിറ്റ് പോയിന്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ല. y ഇസിക്കൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, നമുക്ക് നോക്കാം. 4 മൈനസ് എക്സ് സ്ക്വയർ ഒന്നുകൂടെ അടിച്ചു നോക്കാം. 4 മൈനസ് എക്സ് സ്ക്വയർ. ലിമിറ്റ് പോയിന്റ് അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, 4 മൈനസ് എക്സ് സ്ക്വയർ. അതിൻ്റെ പ്രശ്നം ഇതിൻ്റെ അപ്പർ ലിമിറ്റ്. ഓക്കെ, 4 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതൊന്ന് ഞാൻ വേറെ എന്തെങ്കിലും അടിച്ചു കൊടുക്കുവാണേ. 4 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? സോ 4 വരും. -2 തൊട്ട് 2. ഇവിടെ മക്കളെ ഇത് വേറെ ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിപ്പം നമ്മൾ മറ്റേ ക്വസ്റ്റിന് നേരെ ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നമൊന്നും വരത്തില്ല. ഇതിപ്പം -5 തൊട്ട് 5 വരെ കിടന്നിട്ട് പിന്നെ ചെറുതാക്കുമ്പോഴാണ് അവിടെ അൺഡിഫൈൻ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. ലിമിറ്റ് പോയിന്റ് കണ്ടുപിടിക്കാൻ. 9 ആണെങ്കിൽ -3 തൊട്ട് 3 വരെ. 9ന്റെ റൂട്ട് എത്രയാണ്? +or-3 അല്ലേ? ഓക്കെ, ട്രിക്ക് ഞാൻ പറഞ്ഞു തരാൻ നോക്കിക്കോണം. 9 ആണെങ്കിൽ റൂട്ട് 9 എത്രയാടാ? +or-3 എന്ന് പറഞ്ഞാൽ -3 3. 25 ആണെങ്കിൽ റൂട്ട് 25 എടുക്കുക എന്ന് പറയുമ്പോൾ -5 5. റൂട്ട് 4 ആണെങ്കിൽ -2 റൂട്ട് 4 എന്ന് പറഞ്ഞാൽ -2 എടുക്കുക. ഓക്കെ, -2 തൊട്ട് 2 ആണ് നമ്മുടെ ലിമിറ്റ് വാല്യൂ. സോ ഇവിടെ ഒരു എറർ വന്നതിന്റെ കാര്യം വേറെ ഒന്നുമല്ല. നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഇത് ചെയ്യുമ്പോൾ ആ ലിമിറ്റ് പോയിന്റ് കുറച്ച് വലുതായി കൊണ്ടാണ് ഇവിടെ എറർ വന്നത്. അൺഡിഫൈൻ എന്ന് പറഞ്ഞ് വന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേണമെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുവാണ്. -2 തൊട്ട് 2 വരെയാണ്. നിങ്ങൾ നേരത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ 3 ക്വസ്റ്റ്യൻ ചെയ്യണോണ്ടാണ് ഇങ്ങനെ എറർ വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും എറർ വരത്തില്ല കേട്ടോ മക്കളെ. -2 തൊട്ട് 2 വരെയാണ്. എൻ്റർ അടിച്ചു കൊടുത്തു. സോ ഇനി ഞാൻ ഇത് ചേഞ്ച് ചെയ്യുവാണ്. 4 മൈനസ് എക്സ് സ്ക്വയർ. സോ കറക്റ്റായിട്ട് കിട്ടി. 6.28 ആണ്. പക്ഷെ ആൻസർ അതല്ല. കാരണം 2 × 6.28 എന്ന് അടിച്ചു കൊടുക്കണം. എൻ്റർ. 12.56 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. 12.56. ഇതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി മക്കളെ. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ 8 മാർക്ക് വാങ്ങാനായിട്ട് ഒരു പാടുമില്ല. ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് വൈവ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചോദിക്കാം. ഇന്റഗ്രൽ വെച്ച് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? നിങ്ങൾ പറയണം ഏരിയ അണ്ടർ ദി കർവ് ആൻഡ് ദി എക്സ് ആക്സിസ് ആണെങ്കിൽ നമ്മൾ പറയണം ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ a to b f(x) dx ആണ്. അതെന്താണ്? ഇങ്ങനെ ഒരു കർവിന്റെ ഏരിയ, ഈ കർവിന്റെ ഇടയ്ക്കുള്ള ഈ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ a to b f(x) dx കണ്ടല്ലോ. എക്സ് ആക്സിലാണെങ്കിൽ നമ്മൾ പറയുന്നത് f(x) dx. ഇനി y ആക്സിലാണെങ്കിലോ അത് ഇങ്ങനെയാണെങ്കിലോ ഏരിയ അണ്ടർ ദി കർവ് ഇങ്ങനെയാണെങ്കിൽ കർവിനും y ആക്സിനും ഇടയ്ക്കുള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് a to b. ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ a to b f(y) dy വിത്ത് റെസ്പെക്ട് ടു y ആക്കുക. അത്രേ ഉള്ളൂ കാര്യം. ഇത് രണ്ടും ഓർത്തിരിക്കുക. എക്സ് ആക്സിനും ഏരിയ അണ്ടർ ദി കർവിനും ഏരിയ അണ്ടർ ദി കർവ് ആൻഡ് എക്സ് ആക്സ് ആണെങ്കിൽ മക്കളെ f(x) ഈക്വൽ ടു ഇത്. ഇനി ഏരിയ അണ്ടർ ദി കർവ് ആൻഡ് ദി y ആക്സ് ആണെങ്കിൽ f(y) ഈക്വൽ ടു f(y) dy എന്ന് ആണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോം. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. ഇതാണ് ആപ്ലിക്കേഷൻ ഇന്റഗ്രൽ. വളരെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മക്കളെ. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ മക്കളെ നിങ്ങളുടെ സ്നേഹം അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മനസ്സിലായെങ്കിൽ മക്കളെ മനസ്സിലായെന്ന് പറയുക, മനസ്സിലായില്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് പോലെ ഇരിക്കും മുന്നോട്ടുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. സോ
നന്നായിട്ട് മക്കളെ ചെയ്ത് പഠിക്കാമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, നല്ല മാർക്ക് വാങ്ങിക്കോളുക കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം മക്കളെ. ഓക്കെ, ബൈ.